നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആഭരണവും വസ്ത്രമൊക്കെ കൊണ്ടുവന്നു, അതൊക്കെ പൂജയും വെച്ചു. പിന്നെ അമ്മയായിട്ട് കട്ട കമ്പനി. അങ്ങനെ കാര്യങ്ങൾ മൊത്തം അങ്ങ് സെറ്റായല്ലേ എന്ന് ചോദിച്ചതാ. എടുത്തെന്തോ കുത്തി പറയാന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും പറയാം, എനിക്കിപ്പോ ചില സന്തോഷമൊക്കെ ഉണ്ട്. അത് മറച്ചു വെക്കുന്നില്ല. എന്നെ അങ്ങ് തോൽപ്പിച്ച് കളയാന്ന് തോന്നുന്നുണ്ടാവും അല്ലേ? അതിന് ഐശ്വര്യടുത്ത് എപ്പോഴാ ജയിച്ചിട്ടുള്ളത്? എടുത്തേ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വലിയ മോഹങ്ങളോ വലിയ സ്വപ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു മുറിയിൽ എന്റെ ദൈവത്തിനൊപ്പം എന്റെ അഖിൽ സാറിനൊപ്പം സമാധാനത്തോടെ ജീവിക്കാം, അതേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷേ ഐശ്വര്യടുത്ത് എന്നെ ഇല്ലാതാക്കാൻ നോക്കി, എന്റെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കി. സഹിച്ച് അങ്ങ് അറ്റായപ്പോഴാണ് ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയാൻ തുടങ്ങിയത് തന്നെ. കമ്പനിയിൽ ഒരു സ്ഥാനത്ത് ഞാൻ എത്തിയത് അതെന്റെ കഴിവുകൊണ്ടാ. ദേ, അമ്മ ഇപ്പൊ എന്നോട് സ്നേഹം കാണിക്കുന്നത് ഞാൻ പൂജിക്കുന്ന എന്റെ ദേവന്റെ ശക്തി കൊണ്ടായിരിക്കും. എനിക്കൊരപേക്ഷയുണ്ട്, എന്റെ സന്തോഷം ഇല്ലാതാക്കരുത്. ഞാൻ ഐശ്വര്യടുത്തേക്ക് ഒരിക്കലും ഒരു ഭീഷണിയാവില്ല. അതുകൊണ്ട് എന്നെ വിട്ടേക്കണം. നീ എനിക്കൊരു ഭീഷണി തന്നെയാ. അതുകൊണ്ട് നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ജീവിതത്തിൽ ഞാൻ രണ്ടാമതായി പോയത് നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആ വിഡ്ഢി പോലും എനിക്ക് തരുന്നതിലും വലിയ സ്ഥാനം നിനക്ക് തന്നിരിക്കുക. അതൊക്കെ കണ്ട് ഞാൻ സഹിച്ചിരിക്കുമെന്ന് നീ കരുതണ്ട. അങ്ങനെ ഞാൻ ഒരിക്കലും കരുതില്ല ഏട്ടത്തി. താലി കിട്ടിയ ഭർത്താവ് വിട്ടിയെന്ന് മറ്റൊരാളോട് പറയുന്നു. അപ്പൊ തന്നെ അറിയാലോ ഏടത്തി എന്ത് പ്രവൃത്തിയായി ചെയ്യുന്നതെന്ന്. പക്ഷെ എനിക്കൊരു അപേക്ഷയുണ്ട്. ഈ 15-ാം തീയതി നടക്കാൻ പോകുന്ന എന്റെ വിവാഹ ചടങ്ങ് അത് നശിപ്പിക്കാൻ നോക്കരുത്. തുറന്നു പറയാൻ ഞാൻ സ്വപ്നം കാണുന്ന ദിവസം അത്. ജീവിതത്തിൽ കൈവന്ന മറ്റു സന്തോഷങ്ങളൊക്കെ പോയാലും ഈ 15-ാം തീയതി നടക്കുന്ന താലികെട്ട് അത് നടന്നേ പറ്റൂ. എടുത്തി എന്റെ അപേക്ഷ, ദയവേദി സന്തോഷം ഇല്ലാതാക്കരുത്. എന്റെ സന്തോഷം ഇല്ലാതാക്കിയപ്പോ ഓർക്കണമായിരുന്നു ഇതൊക്കെ. എന്നുവെച്ചാ എടുത്തി എന്റെ വിവാഹ ചടങ്ങ് ഇല്ലാതാക്കും എന്നാണോ? എടുത്തിയുടെ മനസ്സിൽ അതാണ് ഉദ്ദേശമെന്ന് എനിക്കറിയാം. പക്ഷെ അത് നടക്കാൻ പോകുന്നില്ല എടുത്തി. നോക്ക്, മറ്റെന്തെങ്കിലും തരത്തിലായിരിക്കും നിന്റെ കല്യാണം മുടങ്ങുന്നത്. അതിന്റെ ഉത്തരവാദിത്തം എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ഇപ്പോഴേ ഒരുന്ന് പറഞ്ഞുണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞുണ്ടാക്കുന്നതല്ല എടുത്തി. എടുത്തിയോട് ഞാൻ വ്യക്തമായിട്ട് പറയുന്നതാ, ജീവിതത്തിലെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇത്. ഇതില്ലാതാക്കാൻ നോക്കിയാ ഞാൻ സഹിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.